നമസ്കാരം. നിരന്തര സാധന കൊണ്ട് വേണ്ട രീതിയിൽ അടങ്ങിയ ചിത്തം എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും, അതായത് കാമനകളിൽ നിന്നും നിവർത്തിച്ച് ആത്മാവിൽ നിശ്ചലമായി ലയിക്കും. ഈ രജോഗുണപ്രധാനമായ ചിത്തം ഭൗതിക സുഖ മോഹങ്ങളിൽപ്പെട്ട്, ഭൗതികമായിട്ടുള്ള അതിൽപ്പെട്ട് സദാ ചലിച്ചുകൊണ്ടിരിക്കും. തമോ ഗുണപ്രധാനമായ ചിത്തമോ അത് വിഷാദങ്ങളിലേക്ക് പോയി മൂഢാവസ്ഥയിൽ അലസമായിരിക്കും. രജസ്തമോ ഗുണങ്ങൾ കുറഞ്ഞ് വന്ന് സത്വഗുണം കൂടി വരുന്നതോടെ, സത്വാധിക്യം കൂടുമ്പോൾ ചിത്തത്തിന് ഏകാഗ്രപ്പെടാൻ സാധിക്കും. സത്വഗുണം പൂർണ്ണമാകുന്നതോടുകൂടി ചിത്തം സദാ ആത്മസത്തയിൽ ഏകാഗ്രപ്പെട്ട് ഉറയ്ക്കുമത്. അതാണ് ഏകാഗ്ര ചിത്തം. എല്ലാ സങ്കല്പങ്ങളും ആ സങ്കല്പത്തിൻ്റെ ചെറിയ കണികകളും അതിസൂക്ഷ്മ ശകലങ്ങൾ, അതായത് തരംഗങ്ങൾ എല്ലാം ശമിക്കുന്നതോടുകൂടി, എല്ലാം ശമിക്കുമ്പോൾ ചിത്തം ആത്മസ്വരൂപത്തിൽ അലിഞ്ഞ് അതായിത്തീരും. ഈ ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മ ബുദ്ധിക്ക് മാത്രം സ്വരൂപമായ ആത്മാവ് ജ്ഞാനാനുഭവ വിഷയമാകുള്ളൂ. സൂക്ഷ്മ ബുദ്ധിക്ക് ഈ ബുദ്ധി കൊണ്ട് ഇന്ന പ്രകാരത്തിലാണെന്ന് മറ്റുള്ളവർക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഈ അതീന്ദ്രിയ ജ്ഞാനമായതുകൊണ്ട് അമൃതാനുഭൂതിയിൽ ആ സമയത്ത് ചിത്തം മുഴുകും. ഈ ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മ ബുദ്ധിക്ക് മാത്രം വ്യക്തമായി ഗ്രഹിക്കാൻ, അറിയാൻ അതിനെ സാധിക്കുള്ളൂ എന്ന് ഗീതാ ഉപനിഷത്തുകൾ ഇതൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീത 6-ാം അധ്യായം, ഭഗവത്ഗീത 6-ാമത്തെ അധ്യായത്തിൽ 21 ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ
യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്ര ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. അപ്പൊ അങ്ങനെ ആ അപാരമായ സുഖാനുഭൂതിയിൽ മുഴുകിയ ചിത്തം, ആ ഒരിക്കൽ ആ ഒരു അനുഭവം, പ്രത്യക്ഷ അനുഭവം, ആ വസ്തുപ്രത്യക്ഷം എന്ന് പറയും, അത് ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനാനുഭവം നഷ്ടപ്പെടുകയേയില്ല. ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് തത്വത്തിൽ നിന്നും വ്യതിചലിക്കില്ല. വ്യതിചലിക്കില്ല. അപ്പൊ ഈ ഉപ്പ് വെള്ളത്തിൽ ലയിച്ച് വെള്ളമായി തീരുന്നതുപോലെ, ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ലയിക്കുമല്ലോ, ലയിച്ചത് വെള്ളമായിട്ട് തീരുമല്ലോ. അതുപോലെ ചിത്തം ആത്മാവിൽ തദാത്മഭാവത്തെ പ്രാപിക്കും. അപ്പൊ തത്വവിചാരം കൊണ്ട് ജ്ഞാനാഗ്നി ജ്വലിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനാഗ്നി ജ്വലിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ അറിവില്ലായ്മ ആകുന്ന ഈ അജ്ഞാന ഇന്ധനം മുഴുവൻ കത്തി എരിഞ്ഞു പോകും. അത് മുഴുവൻ കത്തിത്തീരും. അപ്പൊ അജ്ഞാന ഇന്ധനം മുഴുവൻ എരിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ സ്വയം പ്രകാശം, പരമസ്വരോത് സ്വയം പ്രകാശം, അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.